മനസ്സ എന്തായാലും എന്താണ് ഇത്തരത്തിലുള്ള അതിക്രമത്തിന് കാരണം എന്ന തരത്തിൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഈ പ്രതിയിൽ നിന്ന് പോലീസിന് അറിയേണ്ടതുണ്ട്. നേരത്തെ പ്രതിയുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് താനല്ല ആ ഒരു അതിക്രമം കാണിച്ചത് ഞാനല്ല എന്ന് നിഷേധിക്കുകയായിരുന്നു. തീർച്ചയായും വിനിഷ, പ്രതിയുടെ ഭാഗത്തു നിന്ന് എല്ലാം നിഷേധിക്കുന്ന ഒരു പ്രതികരണം തന്നെയാണ് അല്പസമയം മുൻപ് ഉണ്ടായത്. താനല്ല മദ്യപിച്ചത്, താനല്ല തള്ളിയിട്ടത്, ഒരു ബംഗാളിയാണ് തള്ളിയിട്ടത്, താനത് കണ്ടു എന്നതാണ് പ്രതി പറയുന്നത്. പക്ഷേ പ്രതി എത്രത്തോളം മദ്യലഹരിയിലാണ് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായതാണ്. പ്രതി അത്രത്തോളം മദ്യലഹരിയിലായിരുന്നു. മാത്രമല്ല സഹയാത്രികയായ മറ്റൊരു യുവതിയും ഇക്കാര്യം തന്നെയാണ് പറഞ്ഞത്. പ്രതി മദ്യലഹരിയിലായിരുന്നു. മാത്രമല്ല ഒരു കാരണവുമില്ലാതെയാണ് ഇത്തരത്തിലുള്ള ഒരു അക്രമം പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എവിടെ നിന്നാണ് ഈ പ്രതി കയറിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിലും നിന്നും വ്യക്തത വന്നിട്ടില്ല. ആ യുവതിയും ആ കാര്യം അറിഞ്ഞിട്ടില്ല. യുവതി പറയുന്നത് തങ്ങളിൽ നിന്നും ഒരു പ്രകോപനവും ഉണ്ടായിട്ടില്ല. ശുചിമുറിയിൽ നിന്നും പുറത്തിറങ്ങുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം നേരിടുന്നത്. മാത്രമല്ല നടുവിന് ചവിട്ടിയാണ് ആ യുവതി, അതായത് ഗീത എന്ന പേരുള്ള യുവതിയെ തള്ളിയിടുന്നത് എന്നും ഈ സഹയാത്രിക പറയുന്നുണ്ട് എന്നതാണ് അറിയുന്ന വിവരം എന്ന് പറയുന്നത്. ആദ്യമായിട്ടാണോ കാണുന്നത്? നമ്മൾ ഇറക്കാൻ പോകുമ്പോഴേ കാണുന്നത്. നമുക്ക് അതിന് പിന്നെ ഒരു പരിചയമില്ല. ഇല്ല ഒന്നും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. നമ്മൾ കുട്ടിയും പ്രതിയും സേഫായിട്ട് നമ്മുടെ സ്റ്റേഷനിൽ എത്തിച്ചത് അത്രേ നമുക്കറിയാം. റെയിൽവേ പോലീസിന്റെ സംഘമാണ് ഈ പ്രതിയെ വിനിഷ, കൊച്ചുവേളിയിലുള്ള റെയിൽവേ പോലീസാണ് ഈ പ്രതിയെ പിടികൂടിയത്. ഉടൻ തന്നെ ഇങ്ങോട്ടേക്ക് കൈമാറുകയായിരുന്നു. റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് പ്രതിയെ ഇപ്പോൾ വെച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ്. കാരണം അതായത് വൈദ്യപരിശോധന കഴിഞ്ഞതിന് ശേഷം പ്രതിയെ റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. നിലവിൽ റെയിൽവേ പോലീസ് സ്റ്റേഷനിലാണ് പ്രതി ഉള്ളത്. കൊച്ചുവേളിയിൽ നിന്നാണ് ഈ പ്രതിയെ പിടികൂടുന്നത്. ഉടൻ തന്നെ, അതായത് ഇത്തരത്തിലൊരു സംഭവം വർക്കലയിൽ വെച്ച് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുകയും ഉടൻ തന്നെ പ്രതിയെ പിടികൂടുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് സഹയാത്രികയും ഈ ഒരു കാര്യം, അതായത് ഇയാൾ തന്നെയാണ് തള്ളിയിട്ടത്, താൻ അത് കണ്ടിട്ടുണ്ട്, മാത്രമല്ല ഇയാളിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു ശ്രമം ഈ സഹയാത്രികയ്ക്കും നേരിടേണ്ടി വന്നു. അതായത് തള്ളിയിട്ടതിന് പിന്നാലെ ഈ യുവതി ഭയപ്പെട്ട് നിൽക്കുമ്പോൾ തന്നെയും തള്ളിയിടാനുള്ള ഒരു ശ്രമം ഈ പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് സഹയാത്രിക പറയുന്നത്. ഏതായാലും ഇതിൽ വ്യക്തമായ കാരണം എന്തിനാണ് ഇയാൾ ഈ യുവതിയെ തള്ളിയിട്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സൂചിപ്പിക്കാനുള്ളത് ഈ അതീവ ഗുരുതരമായി പരിക്കേറ്റ യുവതി ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വെന്റിലേറ്ററിലാണ് തുടരുന്നത് എന്നതാണ് അറിയുന്ന വിവരം. ഏതായാലും ആ യുവതിയുടെ നിലയും അതീവ ഗുരുതരമായി തുടരുകയാണ്. ഒപ്പം സഹയാത്രികയും ഇത്തരത്തിൽ ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. കൂടുതലൊന്നും തന്നെ ആ യുവതിയിൽ നിന്നും നമുക്ക് ലഭ്യമായിട്ടില്ല എന്നതാണ് ആകെ അറിയുന്നത്. ഈ രണ്ട് യുവതികളും ആലുവയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു. കേരള എക്സ്പ്രസ് ട്രെയിനിലാണ്, സാധാരണ ജനറൽ കമ്പാർട്ട്മെന്റിലാണ് ഇരുവരും സഞ്ചരിച്ചിരുന്നത്. അതിനിടയിലാണ് ശുചിമുറിയിൽ പോകുന്നതിനിടെ ഈ പ്രതിയിൽ നിന്നും, അതായത് പനച്ചമൂട് സ്വദേശി സുരേഷ് എന്ന ഈ പ്രതിയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഇവർക്ക് നേരിടേണ്ടി വരുന്നത്. അതിൽ ഒരു യുവതിയെ ഇയാൾ നടുവിന് തള്ളി താഴെ ഇടുകയായിരുന്നത്. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് നടുവിന് ചവിട്ടി തള്ളിയിടുകയായിരുന്നു. പിന്നാലെ ഇത് കണ്ടെത്തിയ യുവതിയെയും ഇത്തരത്തിലുള്ള ഒരു അക്രമ സ്വഭാവം കാണിക്കുന്ന ഒരു പ്രവണത ഇയാളിൽ നിന്നും ഉണ്ടായിരുന്നു. ഇത് പിന്നീട് പെട്ടെന്ന് തന്നെ പരാതിപ്പെടുകയും അതോടൊപ്പം തന്നെ ബാക്കിയുള്ളവർ അറിയിച്ചതിനെ തുടർന്ന് കൊച്ചുവേളി റെയിൽവേ പോലീസ് ഈ പ്രതിയെ പിടികൂടുകയായിരുന്നു. ഉടൻ തന്നെ തമ്പാനൂരിൽ എത്തിക്കുകയും ശേഷം വൈദ്യപരിശോധനയ്ക്കായി ഫോർട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പിന്നീട് വീണ്ടും തിരുവനന്തപുരം റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. വിനിഷ.